ദുനിയാവ് സമ്പാദിക്കലും ഒന്നും ദീനിനെതിരല്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വലിയ്യുസ് സാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം പ്രമുഖരായ ചില സ്വഹാബിമാരുടെ ജീവചരിത്രം, സീറ ആണ് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഉമ്മത്തും ഏതൊരു സമുദായവും അവരുടെ നേതാക്കന്മാരെ കുറിച്ച് അഭിമാനിക്കും, അവരുടെ മാതൃകാ പുരുഷന്മാരെ കുറിച്ച് അഭിമാനിക്കും. അത് മുസ്ലിം ആയാലും കാഫിറായാലും, ഏതൊരു വിഭാഗവും, ഏതൊരു മതവിഭാഗവും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ആദർശം പിന്തുടരുന്ന കക്ഷികളായാലും, അവരവരുടെ മാതൃകകളായി അവർ കാണുന്ന ആളുകളെ അവർ പുകഴ്ത്തുകയും അവരുടെ പേരിൽ അഭിമാനിക്കുകയും അവരുടെ ചരിത്രം പഠിക്കുകയും മാതൃകകളായി അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇത് എല്ലാ ഉമ്മത്തുകളും ചെയ്യുന്ന കാര്യമാണ്. വളരെ ഖേദകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മത്ത്, മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഒരു സ്വഭാവം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നേരെ വിപരീതം മറ്റുള്ള ഉമ്മത്തുകളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിയിൽപ്പെട്ട ആളുകളെക്കുറിച്ച് കൂടുതൽ അഭിമാനിക്കുകയും അവരെക്കുറിച്ച് കൂടുതൽ അറിയുകയും നമ്മുടെ യഥാർത്ഥ മാതൃകകളെ നമ്മൾ മറന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഒന്ന് ചെറുതായി പരിശോധിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടും. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബത്ത്. ഈ സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പിച്ചു പറഞ്ഞ 10 പേര്. ഈ 10 പേരുടെ പേര് എത്ര പേർക്കറിയാം? നമ്മുടെ കൂട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൽ കുറവുണ്ടാകും, 1 2 ഒക്കെ കുറവുണ്ടാകും നമ്മൾ പറഞ്ഞു നോക്കിയാൽ. അപ്പോൾ ഇത് വലിയൊരു കുറവാണ്, നമ്മുടെ ഭാഗത്തുള്ളൊരു വീഴ്ചയാണ് സ്വഹാബത്തിനെ അടുത്തറിയാതിരിക്കുക എന്നുള്ളത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഉമ്മത്തും അവരവരുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച, തങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്തിയ ആളുകളെക്കുറിച്ച് ചിന്തിക്കും. അവരാണ് മാതൃക. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയ 10 പേരാണിവർ. സ്വഹാബത്ത് മുഴുവനും നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ അമാനത്ത്, ഈ ദീൻ എന്നുള്ള ഉത്തരവാദിത്വം അത് വഹിക്കാൻ തിരഞ്ഞെടുത്തവരാണ് സ്വഹാബിമാർ. യാദൃശ്ചികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയവരല്ല സ്വഹാബിമാർ. അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് സ്വഹാബത്തിനെ. അവരുടെ ഖൽബ്, അവരുടെ മനസ്സുകൾ ഏറ്റവും പവിത്രമായതുകൊണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായതുകൊണ്ട് അല്ലാഹു തആല അവരെ അക്കാലത്ത് സൃഷ്ടിച്ചു, ജനിപ്പിച്ചു. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നംലിലെ 59-ാമത്തെ ആയത്ത്, ഖുലിൽ ഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ, നീ പറയുക അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും, വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ, അള്ളാഹു തെരഞ്ഞെടുത്ത അവന്റെ അടിമകൾക്ക് സലാം, അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ, എല്ലാ ദോഷങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയുണ്ടാകട്ടെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് കാണാം. ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ, അല്ലാഹു തെരഞ്ഞെടുത്ത അടിമകൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്, അനുചരന്മാരാണ്. ഇസ്തഫാഹുമുല്ലാഹു ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല തന്റെ നബിക്ക് വേണ്ടി, അദ്ദേഹത്തിന് സഹവസിക്കാൻ വേണ്ടി അവരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ സ്വഹാബത്തിന് എല്ലാവർക്കും ഉള്ളതാണ് ഈ മഹത്വം. അള്ളാഹു അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം 10 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്വർഗമുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ആ 10 പേര്? ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഫിൽ ജന്ന വ ഉമർ ഫിൽ ജന്ന വ ഉസ്മാൻ ഫിൽ ജന്ന വ അലി ഫിൽ ജന്ന വ തൽഹ ഫിൽ ജന്ന
والزبير في الجنة وعبد الرحمن ابن عوف في الجنة وسعد في الجنة وسعيد في الجنة وأبو عبيدة ابن الجراح في الجنة. ഈ 10 പേരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ആരൊക്കെയാണ്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, طلحة بن عبيد الله, الزبير بن العوام, عبد الرحمن ابن عوف, أبو عبيدة, عامر بن الجراح, سعد بن أبي وقاص, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 10 പേർ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ 10 പേർ മാത്രമാണോ സ്വർഗത്തിൽ? അല്ല. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിലാണ്. ചില ഹദീസുകൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ പല സ്വഹാബിമാരെ കുറിച്ചും അവർ സ്വർഗത്തിലായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് അവർ സ്വർഗത്തിലാണ് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ 10 പേർ അവരുടെ പേര് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞു അവരുടെ ശ്രേഷ്ഠത കൊണ്ട്, മഹത്വം കൊണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഈ ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതാണ്. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, ഈ 10 പേരിൽ അവസാനത്തെ ആൾ, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അശറത്തുൻ ഫിൽ ജന്ന, 10 പേർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറിൻ ഫിൽ ജന്ന ഉമർ ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഹദീസ് പറഞ്ഞു. 9 പേരുടെ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. ഫഅദ്ദ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഹൗലൈ 9 വസക്കത അനിൽ ആശിർ. 9 കഴിഞ്ഞ് 10ാമത്തെ ആളുടെ പേരെത്തിയപ്പോൾ അദ്ദേഹം നിർത്തി. ഫഖാല അൽ ഖൗം, അപ്പോൾ അത് കേട്ട ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നൻഷുദുകല്ലാഹ യാ അബൽ അഅ്വർ, അല്ലാഹുവിന്റെ പേരിൽ ഞങ്ങൾ താങ്കളോട് ചോദിക്കുകയാണ്. മനിൽ ആശിർ, ആരാണ് ഈ 10ാമത്തെ ആൾ? അബുൽ അഅ്വർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ അഅ്വർ, ഈ 10ാമത്തെ ആൾ ആരാണ്? അല്ലാഹുവിന്റെ പേരിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, നശത്തുമൂനി ബില്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ചോദിച്ചുവല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അബുൽ അഅ്വർ ഫിൽ ജന്ന, ഞാനും അബുൽ അഅ്വർ എന്നറിയപ്പെടുന്ന സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് അദ്ദേഹം അത് പറയാതിരുന്നതാണ്. ഈ 10 പേരുടെ സീറ, അവരെ കുറിച്ച് ചെറിയ ഒരു വിവരണമാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വഹാബിമാരോടുള്ള ഹുബ്ബ് എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. അതൊരു ഇബാദത്താണ്. അവരോട് നമ്മുടെ ഖൽബിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളത്, അത് നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളെ ഇരുന്ന് അവരുടെ ചരിത്രം ചർച്ച ചെയ്യുക, അങ്ങനെ നമ്മുടെ മനസ്സിൽ അവരോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കൂലി കിട്ടുന്ന, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ്. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ. അപ്പോൾ സ്വഹാബത്തിനോടുള്ള സ്നേഹം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സാലിഹായ ഒരു അമലാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്വന്തം മനസ്സിലും നമ്മുടെ മക്കളുടെ മനസ്സിലുമൊക്കെ മാതൃകയായി സ്വഹാബിമാരെ കുറിച്ചുള്ള ചിന്ത, അതുപോലെയുള്ള ഇമാമിങ്ങളെ കുറിച്ച്, മുൻഗാമികളായ മഹാന്മാരെ കുറിച്ച്, അവരാണ് നമ്മുടെ മാതൃക എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റായ മാതൃകകളെ നമ്മൾ അന്വേഷിക്കും, നമ്മളറിയാതെ മറ്റുള്ളവരെ നമ്മൾ മാതൃകയാക്കും. ഒരുപക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു നിലയും വെളിയുമില്ലാത്ത ആളുകൾ, ഒരുപക്ഷെ നരകാവകാശികളായിട്ടുള്ള ആളുകൾ, ഫാസിക്കുകളായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ആളുകൾ, അവർ നമ്മൾ മാതൃകയാക്കും. അതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ, ചിലപ്പോൾ ചില സ്പോർട്സ് താരങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അവരുടെ പേരും അവർ കളിക്കുന്ന ക്ലബിന്റെ പേരും രാജ്യത്തിന്റെ പേരും അവരുടെ ജീവിതത്തിൽ അവർ കളിച്ചിട്ടുള്ള കളികളുടെ ലിസ്റ്റും ഇതൊക്കെ അറിയും. പക്ഷേ ഈ 10 സ്വഹാബിമാരുടെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ മനസ്സിൽ സ്വഹാബത്തിനെ കുറിച്ചുള്ള സ്നേഹം, അവരെ കുറിച്ചുള്ള അറിവ്, അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത് നോക്കൂ, എങ്ങനെയായിരുന്നു മുൻഗാമികൾ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നത്. ഇമാം മാലിക് പറയുകയാണ്, ഇമാം ലാലക്കായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹു ഉസൂലു ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന കിതാബിൽ ഉദ്ധരിച്ചതാണ്. ഇമാം മാലിക് പറയുന്നു, കാന സലഫ്, സലഫുകൾ യുഅല്ലിമൂന ഔലാദഹും, അവരുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഹുബ്ബ അബീ ബക്രിൻ വ ഉമർ, അബൂബക്കറിനോടും ഉമറിനോടുമുള്ള സ്നേഹം. അബൂബക്കറിനെ സ്നേഹിക്കണം, ഉമറിനെ സ്നേഹിക്കണം റളിയല്ലാഹു അൻഹുമ.
അതുപോലെ അവരുടെ മഹത്വങ്ങൾ ഇന്നതൊക്കെയാണ്, അവർ ഇന്ന ഇന്ന സേവനങ്ങൾ ഇസ്ലാമിന് ചെയ്തിട്ടുള്ളവരാണ്, അവർക്ക് അള്ളാഹു ഇന്ന ഇന്ന ഫളായിൽ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരോടുള്ള സ്നേഹം കുട്ടികളുടെ മനസ്സിലുണ്ടാക്കും. കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഫാത്തിഹയും മറ്റ് സൂറത്തുകളൊക്കെ കുട്ടികൾക്ക് ഹിഫ്ളാക്കിപ്പിക്കുന്നത് പോലെ അതുപോലെ സഹാബത്തിനെ കുറിച്ചുള്ള സ്നേഹം അവരുടെ മനസ്സിലുണ്ടാക്കുമായിരുന്നു എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നത്. ഈ കൂട്ടത്തിൽ ഒന്നാമത്തെ സഹാബി നമുക്കറിയാം അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വം, ഏറ്റവും അഫ്ദലായ, ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? പല ആളുകൾക്കും നമുക്കൊക്കെ തന്നെ അറിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേരെന്താണ്. അബൂബക്കർ എന്നുള്ളത് കുനിയത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്, ഖുറൈശിയാണ്. അതുപോലെ തന്നെ ബനു തൈം എന്ന് പറയുന്ന ഖുറൈശികളുടെ ഉള്ളിലുള്ള ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ ഉസ്മാൻ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അബൂ ഖുഹാഫ എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത്, ഉപ്പയുടെ കുഞ്ഞത്ത്. അദ്ദേഹത്തിന്റെ ഉപ്പ മക്ക ഫതഹിന് ആണ് ഇസ്ലാം സ്വീകരിച്ചത്. മക്ക ഫതഹായ ദിവസമാണ് ഉപ്പ ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഉമ്മ സൽമ ബിൻതു സഖർ റളിയല്ലാഹു അൻഹ, അവരും ഇസ്ലാം സ്വീകരിച്ചു. അവർ മക്കത്ത് വെച്ച് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അബൂബക്കർ എന്നാണ് കുനിയത്ത് നമ്മൾ പറഞ്ഞു. ചില ആളുകൾ പറയുന്നത് ബക്കർ എന്ന പേരുള്ള ഒരു മകൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ പേര് വരാനുള്ള കാരണം, കുനിയത്ത് വരാനുള്ള കാരണം ഇബ്തക്കറ എന്ന് പറഞ്ഞാൽ പുതുതായി കണ്ടുപിടിച്ചു. ഈ എന്താ പറയാ, ഇൻവെൻഷൻ, അതിന് അറബിയിൽ ഇബ്തിക്കാർ എന്നാണ് പറയാ. മുമ്പ് ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യം പുതുതായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ എന്ന പേര് വരാൻ കാരണം അദ്ദേഹം മുമ്പ് ആർക്കും പരിചയമില്ലാതിരുന്ന പല നല്ല സ്വഭാവങ്ങളും പല സൽസ്വഭാവങ്ങളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂബക്കർ എന്നുള്ള കുനിയത്ത് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 വയസ്സ് ഇളയതായിരുന്നു അദ്ദേഹം. 3 വയസ്സായിരുന്നു വ്യത്യാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അസ്-സിദ്ദീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ലഖബ്. ലഖബ് എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയപ്പെടുന്ന പേര്. പല പേരുകളിൽ ഒരാൾ അറിയപ്പെടും. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് അസ്-സിദ്ദീഖ്. നമുക്കൊക്കെ അറിയാം, അബൂബക്കർ അസ്-സിദ്ദീഖ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്നറിയപ്പെട്ടത്? നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും ഇസ്രാ മിഅ്റാജിന്റെ കഥ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് സിറിയയിൽ, ഇന്നത്തെ സിറിയ അല്ലെങ്കിൽ ഇന്നത്തെ ഫലസ്തീൻ, അവിടെ പോയി ഷാമിലേക്ക് പോയി. പണ്ടത്തെ കാലത്ത് 1 മാസം യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട്. അത്രയും ദൂരം ഒറ്റ രാത്രി കൊണ്ട് പോയി. അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി, എന്നിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അതാണ് ഇസ്രാ മിഅ്റാജ്. അത് ഹഖീഖത്താണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ കളിയാക്കി. എങ്ങനെയാണ് ഇത് സാധിക്കുക? 1 മാസം ദൈർഘ്യമുള്ള യാത്ര എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് ചെയ്യുക? അവിടെ നിന്ന് ആകാശത്ത് പോയി വന്നു എന്ന് പറയുന്നു, ഇതെങ്ങനെ സാധിക്കും എന്നവർ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൽ വിശ്വസിച്ചു. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുമെന്ന് പറഞ്ഞു. ആ കഥ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയും. അങ്ങനെയാണ് അസ്-സിദ്ദീഖ് എന്നുള്ള പേര് വന്നത്. കാരണം സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊക്കെ സത്യപ്പെടുത്തിയത് കൊണ്ടാണ് ആ പേര് അദ്ദേഹത്തിന് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ. സൂറത്തു സുമറിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദി ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, ആരാണോ സത്യവുമായി വന്നത്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസദ്ദഖ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയവനും, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാകുന്നു മുത്തഖീങ്ങൾ. ഈ ആയത്തിന്റെ തഫ്സീറിൽ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, മുഫസ്സിരീങ്ങളുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അള്ളാഹു വിളിച്ചിട്ടുണ്ട്, റസൂലും വിളിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്, ഒരിക്കൽ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉഹദ് മലയിൽ കയറി. ഉഹദ് മല എന്ന് പറയുന്നത് മദീനയിലുള്ള വലിയൊരു മലയാണ്. അതിന് മുകളിൽ കയറിയപ്പോ ഈ മല വിറച്ചു. റജഫ ബിഹിം, ഈ മല ഉഹദ് മല വിറച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദ് മല
നീ അടങ്ങി നിൽക്കുക. ഫഇന്നമ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു നബിയും സിദ്ദീഖും 2 ഷഹീദുമാരുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖ്, ഉമറും ഉസ്മാനും ഷഹീദുമാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരാണ്. അപ്പോൾ സിദ്ദീഖ് എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ്, മറ്റൊരു ലഖബാണ് അതീഖ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അതീഖ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൻത അതീഖുല്ലാഹി മിനന്നാർ, താങ്കൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്, അള്ളാഹുവിനാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനാണ് താങ്കൾ എന്ന് പറഞ്ഞു. അതീഖ് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ടവൻ, അഅതഖ എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു. അപ്പൊ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചിട്ടുള്ള ആളാണ് താങ്കൾ എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് അതീഖ് എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇത് ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സഹീഹാക്കുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. രണ്ടാമത്തെ അഭിപ്രായം, അദ്ദേഹം അതീഖ് എന്നറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭംഗി ആയിരുന്നു, നല്ല ഭംഗിയുള്ള വ്യക്തിയായിരുന്നു. അതീഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഭംഗിയുള്ളവൻ എന്നുള്ള അർത്ഥമുണ്ട്. ആ കാരണം കൊണ്ടാണ് അദ്ദേഹം അതീഖ് എന്നറിയപ്പെട്ടത് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ സിഫാത്തുൽ ഖൽഖിയ്യ, ശരീരപ്രകൃതം എങ്ങനെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു? എങ്ങനെയുള്ള ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു? ഖാന റളിയല്ലാഹു അൻഹു അബ്യദ്, വെളുത്ത നിറമായിരുന്നു. നഹീഫൻ, മെലിഞ്ഞയാളായിരുന്നു. അതുപോലെ തന്നെ മുസ്തരിഖൽ വറഖൈൻ ലാ യസ്ബുതു ഇസാറുഹു അലാ വരിക്കൈഹി, മുസ്തരിഖൽ വരിക്കൈനി ലാ യസ്ബുതു ഇസാറുഹു അലാ വരിക്കൈഹി, അദ്ദേഹത്തിന്റെ ഇടുപ്പ് വളരെ ഒട്ടിയതായിരുന്നു, കാരണം നടുവൊക്കെ വണ്ണം കുറവായിരുന്നു. മുണ്ടെടുത്താൽ അത് ഉറച്ചു നിൽക്കുമായിരുന്നില്ല, മുണ്ട് ലൂസായി അഴിഞ്ഞു പോകുമായിരുന്നു, അത്രമാത്രം മെലിഞ്ഞാളായിരുന്നു. ഖഫീഫ് അൽ ആരിളൈൻ, മുഖത്ത് മാംസം കുറവുള്ള മുഖവും അതുപോലെ മെലിഞ്ഞ രൂപമായിരുന്നു. ഗായിർ അൽ ഐനൈൻ, കണ്ണ് രണ്ടും അല്പം കുഴിഞ്ഞതായിരുന്നു. യഖ്ദിബു ഷൈബഹു ബിൽ ഹന്നായി വൽ കതം, താടി നരച്ചിട്ടുണ്ടായിരുന്നു. അവസാന കാലത്ത് അത് മൈലാഞ്ചി കൊണ്ട് നിറം മാറ്റിയിരുന്നു, മൈലാഞ്ചി കൊണ്ട് ചുവപ്പിച്ചിരുന്നു. ഇങ്ങനെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം. ഇനി അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ടുടനെയാണ് അദ്ദേഹം ജനിക്കുന്നത്. 2-ാമത്തെയോ 3-ാമത്തെയോ വർഷമായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ജാഹിലിയത്തിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ്, നുബുവത്തിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നുണ്ട്. ജാഹിലിയ കാലത്ത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേര് തന്നെ കേട്ടാൽ മനസ്സിലാവും. അന്ന് ജഹിലായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്, എന്ത് അക്രമവും ചെയ്യാൻ മടിക്കാത്ത ആളുകളായിരുന്നു. അക്കാലത്ത് പോലും വളരെ മാന്യനായി ജീവിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളുടെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ മൂലധനം 40,000 ദിർഹമായിരുന്നു. 40,000 ദിർഹം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. അത്രയും വലിയ സമ്പത്തുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ കച്ചവടവും അതുപോലെ തന്നെ ദുനിയാവ് സമ്പാദിക്കലും ഒന്നും ദീനിനെതിരല്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ധാരാളം കച്ചവടവും ഇടപാടുകളും നടത്തിയിരുന്ന ആളാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇസ്ലാമിൽ വന്നതിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പറയും. അതുപോലെ തന്നെ വളരെ ഉദാരമതിയായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ അദ്ദേഹം സ്വതക്ക കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, ഖുറൈശികളുടെ കൂട്ടത്തിൽ അഅലമു ഖുറൈശിൻ ബി അൻസാബിഹ, ഖുറൈശികൾ എന്ന് പറയുന്നത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീല. ഖുറൈശികളുടെ കൂട്ടത്തിൽ അവരുടെ അൻസാബ്, അവരുടെ പരമ്പര, ഇന്നയാളുടെ മക്കൾ ആരൊക്കെയാണ്, ഇന്ന കുടുംബം മറ്റേ കുടുംബം തമ്മിലുള്ള ബന്ധം എന്താണ്, ആ അൻസാബ് എന്ന് പറയുന്നത്. ഇൽമുൽ അൻസാബ് എന്ന് പറയുന്ന ഒരു ഇൽമാണ്, ഇന്നും അറബികൾ പഠിക്കുന്ന ഒരു ഇൽമാണ്. ഒരു അറബിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ അല്ലെങ്കിൽ അതിനു മുൻപ് വരെയുള്ള അവരുടെ പൂർവികന്മാരുടെ പേര് പറയാൻ സാധിക്കും, പരമ്പര പറയാൻ സാധിക്കും ഈ ഇൽമ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക്. അത് പഠിച്ച ആളുകളുടെ അടുത്ത് പോയി അവരന്വേഷിക്കും അവരവരുടെ പരമ്പരയെ കുറിച്ച്. ഏതൊക്കെ രാജ്യത്തിലേക്ക് നമ്മുടെ ഗോത്രം പരന്നിട്ടുണ്ട്, എവിടെയൊക്കെ നമ്മുടെ ബന്ധുക്കളുണ്ട്, ഇതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും ഈ ഇൽമിലൂടെ. ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കിതാബുകളുണ്ട്, കവിതകളുണ്ട്. ഇങ്ങനെ അറബികൾക്ക് അവരുടെ ഇടയിൽ അറിയപ്പെട്ടൊരു ഇൽമാണത്.
ഈ വിഷയത്തിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുൽ അൻസാബിൽ അറിവുള്ള ആളായിരുന്നു. അപ്പോൾ വലിയ അറിവുള്ള, കച്ചവടം ചെയ്യുന്ന ഉദാരമതിയായ നേതാവായ ഒരാളായിരുന്നു അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനാണ് ഖുറൈശികളുടെ കൂട്ടത്തിൽ അൻസാബിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് എന്ന് ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അബൂബക്കറിൻ അഅലമു ഖുറൈശിൻ ബിഅൻസാബിഹാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അബൂബക്കറാണ് ഖുറൈശികളുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബം, അവരുടെ നസബ് പരമ്പര ഏറ്റവും നന്നായി അറിയുന്നവൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അന്നത്തെ കാലത്ത് ഈ ഇൽമുൽ അൻസാബ്, കുടുംബ പരമ്പരയെ കുറിച്ചുള്ള ഇൽമ പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഇൽമ പഠിക്കുന്ന ആളുകൾക്കിടയിൽ ഉള്ള ഒരു സ്വഭാവം അതെന്താണ്? അവർ മറ്റുള്ളവരുടെ കുടുംബത്തെ കുറ്റം പറയും. നിങ്ങളുടെ പരമ്പരയിൽ ഇന്ന ആള്, ഇന്ന വല്യപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം ആക്ഷേപിക്കും. അതിനു വേണ്ടി കൂടിയാണ് അവരത് പഠിക്കുന്നത്. ഏതൊരാളുടെയും പരമ്പരയിൽ അങ്ങനെ മോശപ്പെട്ട എന്തെങ്കിലും ചരിത്രം ഉണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം പരിഹസിക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഖുറൈശികളുടെ ഏറ്റവും മാന്യന്മാരായ 10 ആളുകൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ. അപ്പൊ ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രത്യേകതയാണ്. അതുപോലെ അഫീഫ് ആയിരുന്നു. അഫീഫ് എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധിയുള്ള ആളായിരുന്നു. സമ്പത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിന്റെ കാര്യത്തിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിശുദ്ധി പുലർത്തിയിരുന്ന വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മദ്യം, കള്ള് ഹറാമായി പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ഒരിക്കലും കുടിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ജാഹിലിയത്തിൽ അദ്ദേഹം കള്ള് കുടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജാഹിലിയത്തിൽ പോലും ഒരു വിഗ്രഹത്തിന് അദ്ദേഹം സുജൂദ് ചെയ്തിട്ടില്ല. ഒരു ബിംബത്തിന് മുന്നിൽ സുജൂദ് ചെയ്തിട്ടില്ല. കാരണം മനുഷ്യന്റെ ഫിത്രത്ത് കൊണ്ട് തന്നെ മനുഷ്യന് അറിയാവുന്ന കാര്യമാണ് വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം, അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ അപകടം. ഇതൊക്കെ മനുഷ്യന് വഹി ഇല്ലെങ്കിൽ കൂടി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം ജാഹിലിയത്തിൽ പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഖുറൈശികൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ഖുറൈശികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഹിജ്റ പോകാൻ ഒരുങ്ങിയപ്പോ, എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഒരു ഖുറൈശിയായിട്ടുള്ള മുശ്രിക്ക് അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടു. ഇബ്നു ദഗീന എന്ന് പറയുന്ന ഒരു ഖുറൈശി നേതാവ്. അദ്ദേഹം ഖുറൈശികളുടെ ഒരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിനോട് അദ്ദേഹം ചോദിച്ചു, വഴിയിൽ കണ്ടപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിജ്റ പോവുകയാണ്, നാട്ടുകാരനെ പുറത്താക്കിയിട്ടുണ്ട്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇബ്നു ദഗീന എന്ന് പറയുന്ന ഈ മുശ്രിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന മിസ്ലക ലാ യഖ്റുജ് വലാ യുഖ്റജ്. നിന്നെ പോലെ ഒരാളെ പുറത്താക്കാനും പാടില്ല, സ്വന്തമായിട്ട് നാട് വിട്ടു പോകാനും പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആളാണ്, നാടിന് ആവശ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിർത്തി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവങ്ങൾ അദ്ദേഹം വിവരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകരുത് എന്ന് പറയുന്നത്? ഫഇന്നക തക്സിബുൽ മഅദൂം. വരുമാനമില്ലാത്ത ആളുകൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളാണ് താങ്കൾ. വരുമാനമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർക്ക് കൊടുക്കും, അങ്ങനെയുള്ള ആളാണ്. വതസിലുർ റഹിം. രക്തബന്ധം ചേർക്കുന്നയാളാണ്. വതഹ്മിലുൽ കൽ. ഭാരം വഹിക്കുന്ന ആളാണ്, മറ്റുള്ളവരുടെ കൂടി ബാധ്യതകൾ ഏറ്റെടുക്കുന്നയാളാണ്. വതഖരിൽ ലൈഫ്. അതിഥിയെ സൽക്കരിക്കുന്നവനാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്. എന്തെങ്കിലും പൊതുവായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്. അതിലൊക്കെ ആശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. നോക്കൂ നിങ്ങൾ, ഇതേ വാക്കുകളാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട് വഹീ കിട്ടി പേടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ആളുകളായിരുന്നു. ഇതന്നെ വലിയൊരു മഹത്വമായിട്ട് മതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? അതേ സ്വഭാവമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ജാഹിലിയത്തിലെ സ്വഭാവം. ഇനി ജാഹിലിയത്തിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ജാഹിലിയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, വീട്ടിലേക്ക് അദ്ദേഹം വരാറുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം, എപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വഹി കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല, മുഹമ്മദ് തന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പ്രവാചകനായിട്ടുണ്ട്, ജിബ്രീൽ വന്ന് വഹി കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള റിസാലത്ത് ദൗത്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ വിശ്വസിച്ചു. 38 വയസ്സായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത്. അന്നു മുതൽ തന്റെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അദ്ദേഹം സഹായിച്ചു, ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് ബുഖാരിയിൽ കാണാം, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത് വഖാല അബൂബക്കർ സദഖ്. അള്ളാഹു എന്നെ നിയോഗിച്ചപ്പോ നിങ്ങളൊക്കെ എന്നെ നിഷേധിച്ചു, കളവാക്കി. കദബ്ത, നീ കള്ളനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോടാണ് പറയുന്നത്. കാരണം സ്വഹാബിമാർ പലരും ആദ്യകാലത്ത് വിശ്വസിച്ചിട്ടില്ല, പലരും പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അവരോടാണ് പറയുന്നത്. വഖാല അബൂബക്രിൻ സദഖ്, അബൂബക്കർ പറഞ്ഞു, അവൻ പറഞ്ഞ സത്യമാണ്. വവാസാനി ബിനഫ്സിഹി വമാലിഹി, അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചു, എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നു. ഫഹൽ അൻതും താരിഖൂലി സാഹിബി, അതുകൊണ്ട് എന്റെ സഹോദരനായ എന്റെ സുഹൃത്തായ അബൂബക്കറിനെ നിങ്ങൾ ഉപദ്രവിക്കാതെ വിടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള, എന്റെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സംഭാവനകൾ ചെയ്തിട്ടുള്ളയാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരു സംഭവം ചരിത്രത്തിൽ കാണാം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കിട്ടിയ ഉടനെ ആദ്യകാലത്ത് ഒരിക്കൽ നമസ്കരിക്കുകയായിരുന്നു. നമസ്കരിക്കുന്ന സമയത്ത് മുശ്രിക്കായ ഉഖബ ഇബ്നു അബി മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് തന്റെ തോളിലുണ്ടായിരുന്ന തുണി, തട്ടം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്വാസം മുട്ടിച്ചു. ഫജാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത്തിനെ അവിടെ നിന്ന് തള്ളി പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹു വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് നിന്ന് വ്യക്തമായ തെളിവുകളുമായി വന്ന് ഞാൻ എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്നുള്ള ആയത്ത്, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് വെറുതെ ഇരുന്നിട്ടില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കുമായിരുന്നു. ധാരാളം ആളുകൾ അദ്ദേഹം കാരണം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ 10 പേരിൽ ബാക്കിയുള്ള 9-ൽ 6 പേരും, 3 പേരൊഴിച്ച് ബാക്കി 6 പേരും അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, അബൂ ഉബൈദ, ആമിർ ബിൻ ജറാഹ്, ഈ 6 പേരും ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാരണമാണ്. അതുപോലെ തന്നെ സ്വഹാബത്തിൽ പ്രമുഖരായ പലരും, അബൂ സലമ റളിയല്ലാഹു അൻഹു, അതുപോലെ ആദ്യകാലത്ത് ഇസ്ലാമിൽ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള, തന്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ കേന്ദ്രമായി വിട്ടുകൊടുത്ത ഒരു ചെറിയ കുട്ടിയായിരുന്നു അൽ അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയായിരുന്നു. ഇവരൊക്കെ ഒറ്റയായിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രമുഖരായ സ്വഹാബിമാർ, പിൽക്കാലത്ത് ലോകം മുഴുവൻ ഇസ്ലാം പ്രചരിക്കാൻ വരെ കാരണക്കാരായ മഹാന്മാരായ നേതാക്കന്മാർ, അവർക്ക് ഇസ്ലാം സ്വീകരിച്ചത് ഒറ്റക്കുള്ള ദഅവത്ത് കൊണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു രഹസ്യമായി ഇവരോട് സംസാരിക്കും, അവർ ഇസ്ലാം സ്വീകരിക്കും, അവരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരും, അവർക്ക് ഷഹാദത്ത് ചൊല്ലും, കലിമ ചൊല്ലും. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഒറ്റക്കുള്ള ദഅവത്ത് അത് ഇസ്ലാമിന്റെ നെടുന്തൂണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാര്യമായി ഇസ്ലാമിന് പ്രയോജനം കിട്ടിയിട്ടുള്ള, ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ള ഒരു മാർഗമാണ് അങ്ങനെയുള്ള ഒറ്റക്കുള്ള ദഅവത്ത്. അതിന്റെ ഒരു മാതൃകയായിരുന്നു, അക്കാര്യം ചെയ്തിട്ടുള്ള ഒരു നേതാവായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു സ്ഥലത്ത് പോയി അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതബ, പ്രഭാഷകന്മാർ ആയി അറിയപ്പെട്ട സ്വഹാബത്തിൽ ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന മുശ്രിക്ക് ചെരുപ്പ് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ അടിച്ചു, മുഖത്തടിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി നിന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുഖമേതാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് മൂക്കേതാണ് എന്ന് തിരിച്ചറിയുമായിരുന്നില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായ വൻ നിഹായ എന്നുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. മുഖത്ത് നിന്ന് രക്തം വന്നിട്ട് മുഖത്ത് മൂക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര വലിയ നേതാവായിരുന്നിട്ട്, ഇത്ര വലിയ സമ്പന്നനായിരുന്നിട്ട്, അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇങ്ങനെ അടികൊള്ളുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രക്തം വാർന്ന് അദ്ദേഹം അവിടെ കിടന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രക്ഷപ്പെടുത്തി. അവര് വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, വല്ലാഹി ലഇൻ മാത അബൂബക്കർ. വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുപോയാക്കി തിരിച്ച് മസ്ജിദിൽ വന്നിട്ട്, മസ്ജിദിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്, മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട്. അവിടെ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ പറഞ്ഞു, വല്ലാഹി ലഇൻ മാത അബൂബക്കറിൻ ലനഖ്തുലന്ന ഉത്ബത ഇബ്ന റബീഅ. അബൂബക്കർ മരിച്ചു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. തുണിയിൽ എടുത്തിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത്. അദ്ദേഹം മരിച്ചാൽ ഉടൻ ഞങ്ങൾ ഉത്ബയെ കൊല്ലും എന്നവർ പറഞ്ഞു. അവർ മുശ്രിക്കുകളാണ്. പക്ഷെ അവരുടെ കുടുംബത്തിന്റെ പേരിലുള്ള പ്രതികാരം, കുടുംബത്തിന്റെ പേരിലുള്ള ആ വികാരം അവർ പ്രകടിപ്പിച്ചതാണ്. ഞങ്ങൾ ഉത്ബയെ കൊല്ലുക തന്നെ ചെയ്യും. ഫറജഉ ഇലാ അബൂബക്കർ. തിരിച്ചവർ ചെന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചപ്പോ ആദ്യമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. അപ്പൊ തനിക്കിങ്ങനെ അടികിട്ടി തന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഇദ്ദേഹത്തിന്റെ മഹത്വം അറിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇനിയും വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദിവസവും കുറച്ചായിട്ട് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സഹാബിമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവരുടെ മാർഗം പിന്തുടരാനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.